ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തണ്ണിമത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കുമായിട്ടാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു പകുതി തണ്ണിമത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തണ്ണിമത്തങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് സെർവിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. കുരു കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അതങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ കുരുവോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. സ്പൂൺ വെച്ചിട്ട് പാടാണെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. എന്തായാലും അതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് പുറത്ത് വരുന്ന രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉടച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. അപ്പോൾ നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാല് 1.5 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പോടുകൂടി ഈ ജ്യൂസ് കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നല്ല തണുത്ത പാല് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അത് കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തണ്ണിമത്തങ്ങയുടെ മധുരം നോക്കിയ ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. പിന്നെ ചേർക്കുന്നത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ഒരു 1/4 സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നന്നാറി സർബത്ത് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ റോസ് സിറപ്പ് ചേർത്തും നന്നാറി സർബത്ത് ചേർത്തും ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്ലേവറാണ്. ഏലക്കാപ്പൊടിയും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ഫ്ലേവർ ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ പോലെ ഉണ്ടാകും. അതല്ലാന്നുണ്ടെങ്കിൽ വനില എസൻസ് വേണമെങ്കിലും ചേർത്തുണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക. കുറച്ചും കൂടി ഒരു തണുപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ഒരു ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി, എളുപ്പത്തിൽ കഴിയും. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തണ്ണിമത്തങ്ങ കയ്യിലുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.